ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു SP ഫ്യൂച്ചർ. യു ആർ ലിസണിങ് ടു സാദിഖ് പള്ളിക്കൽ. മക്കളെ, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ ഒന്നുകൂടെ വെൽക്കം ചെയ്യുകയാണ്. നമ്മൾ ഓൾറെഡി 2 വീഡിയോസുകൾ ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ മറ്റു ക്വസ്റ്റ്യൻസുകളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഓൾറെഡി നമ്മൾ 2 ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇന്ന് നമ്മുടെ ചാപ്റ്ററിലെ 3ാമത്തെ ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിട്ടുള്ളത്. നോക്കാം നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്, നമ്മൾ തൊട്ട് മുമ്പ് ഉള്ള വീഡിയോസിലുള്ള പറഞ്ഞ പോലെ നമ്മുടെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ശ്രദ്ധിക്കാം. നോക്കുക എന്താ അവിടെ പറയുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ലെറ്റ് 4x + 5y - 10. ഓക്കെ, -10 = 0 ഈസ് ദ റിഗ്രഷൻ ഇക്വേഷൻ y on x. ഫൈൻഡ് by(x). ഓക്കെ, ഓൾറെഡി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് 4x + 5y - 10 = 0 എന്ന് പറയുന്നത് എന്താണ്, ഇസ് ദ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y on x ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് by(x). അതിന് എന്ത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്, by(x) കണ്ടുപിടിക്കാനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് y on x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് y = എന്നുള്ള എഴുതാൻ പറ്റണം ഇക്വേഷൻ അല്ലേ. അപ്പോൾ അങ്ങനെ ആക്കിയെടുക്കണം നമുക്ക് ഇതിനെ. അപ്പോൾ ഇവിടെ നോക്കൂ, അതിനനുസരിച്ച് ചെയ്യുന്ന രീതി നോക്കൂ. 4x + 5y - 10 = 0 അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം, 5y = 4x അല്ലേ. ഈ 4x 4x ഇങ്ങോട്ട് പുറത്തേക്ക് വരുമ്പം 4x ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ അതേപോലെ അങ്ങോട്ട് വരികയാണ് അല്ലേ. അപ്പം മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് തന്നെ സൈനിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ 4x ആയിട്ട് തന്നെ അങ്ങോട്ടേക്ക് വരുന്നു. ദെൻ -10 സമത്തിൻ്റെ പുറം പോകുമ്പോൾ എന്ത് വരുന്നു, +10 ആവുന്നു അല്ലേ. അപ്പോൾ എന്ത് വരുന്നു, 4x + 10 അല്ലേ. 5y = 4x + 10 ആയി അല്ലേ. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ 5y കൊണ്ടുപോകാതെ എന്ത് ചെയ്യുന്നു, y മാത്രമാക്കി 5 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ 2 സംഖ്യ കൊണ്ടും ഡിവൈഡ് ചെയ്യണം അല്ലേ. അങ്ങനെ ആകുമ്പം y = 4/5x + 10/5 അല്ലേ. ഇങ്ങനെ ആയി വരും നമ്മുടെ ഇത് ഫൈനൽ ഇക്വേഷൻ. എങ്ങനെ ആയിട്ട് വരും, ഈ രീതിയിലായിട്ട് വരും. ക്ലിയർ ആയോ? ഓക്കെ, അപ്പം നമുക്കറിയാം എന്താണ്, വി നോ ദാറ്റ് റിഗ്രഷൻ ഇക്വേഷൻ y on x ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് x. കോഎഫിഷ്യൻ്റ് ഓഫ് x ഈസ് by(x) ആണ് അല്ലേ. അതായത് നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നോക്കും, ഇൻ റിഗ്രഷൻ ഇക്വേഷൻ y on x, ഇൻ റിഗ്രഷൻ ഇക്വേഷൻ y on x by(x) ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണോ അതാണ് എന്ത് by(x) അല്ലേ. അതേ പ്രോബ്ലമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, അതേ പ്രോബ്ലമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. കണ്ടോ, y = നമുക്ക് കിട്ടുന്ന എന്താണ് 4/5x + 10/5. സോ എക്സിൻ്റെ കൂടെയുള്ള സംഖ്യ എന്താണോ അതാണ് എന്ത് കോഎഫിഷ്യൻ്റ്. അത് വിച്ച് മീൻസ് അതാണ് എന്ത് നമ്മുടെ by(x) അല്ലേ. by(x) = 4/5. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, by(x) കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷന് by(x) കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട മെത്തേഡ് ഈ ഒരു മെത്തേഡാണ് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുക, y = എന്നുള്ള രീതിയിലേക്ക് മാറ്റുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ഫൈൻ. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ സെക്കൻഡ് ചാപ്റ്ററിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. എന്താണ് ക്വസ്റ്റ്യന്, കാൽക്കുലേറ്റ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഇഫ് by(x) = 0.23 ആൻഡ് bxy = -0.75 അല്ലേ. എന്താണ് -0.23 ആൻഡ് -0.75. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള by(x)ഉം bxy നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. by(x)ഉം bxyയും വെച്ചിട്ട് നമ്മുടെ എന്ത് കാണാനാണ് പറയുന്നത്, കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാണാനാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, നമ്മൾ ഓൾറെഡി കാൾ പിയേഴ്സിൻ്റെതും അതുപോലെ റാങ്ക് ഒക്കെ വെച്ചിട്ട് നമ്മൾ കോറിലേഷൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ by(x)ഉം bxyയും വെച്ചിട്ട് നമ്മളെങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് നമ്മുടെ എവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, പ്രോപ്പർട്ടീസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കൂ നിങ്ങൾ, ദ ജോമെട്രിക് മീൻ ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ അല്ലേ. കോറിലേഷൻ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും, bxyൻ്റെയും by(x)ൻ്റെയും റൂട്ട് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും, കോറിലേഷൻ കിട്ടും. സോ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നോക്കൂ നിങ്ങൾ, r = ± √bxy × by(x) അല്ലേ. അങ്ങനെയാണെങ്കിൽ = ± √-0.23 × -0.75 അല്ലേ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ± √1.725 എന്ന് കിട്ടും. ഓക്കെ, 1.725ൻ്റെ റൂട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ± 0.4153 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കോറിലേഷൻ എന്താ എടുക്കുക, പോസിറ്റീവ് ആണോ എടുക്കുക, നെഗറ്റീവ് ആണോ എടുക്കുക,
ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ ആൻസറിൽ എന്താ എടുത്തിട്ടുള്ളത്, നെഗറ്റീവാണ്. വാട്ട് ഈസ് ദ റീസൺ? അതും നമ്മുടെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കോ, എന്താണ്, ദ സൈൻ ഓഫ് ബോത്ത് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ആർ സെയിം. ഓക്കെ, എന്താണ് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് സെയിം, എന്താണ് എപ്പോഴും സെയിം ആയിരിക്കും. അങ്ങനെ ആവുമ്പോൾ ആർ എന്തായിരിക്കണം, രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ആറ് പോസിറ്റീവ് ആയിരിക്കും, രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും, ആറ് നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ പ്രോബ്ലത്തിൽ എന്താണ്, രണ്ടും നെഗറ്റീവ് ഫിഗർ ആണോ അല്ലേ? ഇവിടെയും നെഗറ്റീവാണ്, ഇവിടെയും നെഗറ്റീവാണ്. സോ നമ്മുടെ ആൻസറും എന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. അപ്പം ആർ ഇസ് ഈക്വൽ ടു -0.4153 ആണ്. ക്ലിയർ ആയോ? അപ്പം ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പ്രോപ്പർട്ടിയും പഠിക്കണം. കോറിലേഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി, BXYയും BYXും തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും എന്ത്, നമ്മുടെ കോറിലേഷൻ. ഓക്കെ അല്ലേ? ഫൈൻ. ദെൻ ഇനി നമ്മുടെ ചാപ്റ്ററിലെ 5th ക്വസ്റ്റ്യനാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കൂ, എല്ലാ പ്രോപ്പർട്ടീസുകളാണ് നമ്മളിവിടെ ഓരോ ക്വസ്റ്റ്യനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അടുത്തൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോ നിങ്ങളിവിടെ എന്താണ് ക്വസ്റ്റ്യൻ, ദ കോറിലേഷൻ കോഎഫിഷ്യൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈസ് 0.7 എന്ന് പറഞ്ഞാൽ കോറിലേഷൻ കോഎഫിഷ്യൻ എന്ന് പറഞ്ഞാൽ ആർ എന്താണ്, 0.7 ആണ്. ആൻഡ് ആൾസോ 144 ആൻഡ് 36 ആർ ദ വേരിയൻസസ് ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പം എക്സിൻ്റെ വേരിയൻസ് എന്താണ് 144ഉം വൈൻ്റെ വേരിയൻസ് എത്രയാണ് 36ഉം ആണ്. ദെൻ വാട്ട് ഈസ് ദ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഓൺ എക്സ് ഓൺ വൈ. ദെൻ എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്, റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഓൺ വൈ കാണാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കോറിലേഷൻ കോഎഫിഷ്യൻ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, 0.7 ആണ്. ദെൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, വേരിയൻസ് ഓഫ് എക്സ് എത്രയാണ്, 144 ആണ് അല്ലേ? വേരിയൻസ് ഓഫ് എക്സ് 144 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേരിയൻസിൻ്റെ എന്താണ് റൂട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്, നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് എത്ര കിട്ടും, നമുക്ക് 12 കിട്ടും അല്ലേ? വേരിയൻസ് ഓഫ് വൈ 36 ആണ്. അപ്പം വേരിയൻസിൻ്റെ റൂട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത്, റൂട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 6 കിട്ടും അല്ലേ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇവിടെ എത്രയാണ്, 6 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്തൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു, നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനും വേരിയൻസും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ബട്ട് വേരിയൻസ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഈസി ആയിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. എങ്ങനെയാണ്, 144ൻ്റെ റൂട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും അല്ലേ? എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് എത്ര കിട്ടും, 12 കിട്ടും. വൈയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് എത്ര കിട്ടും, 6 കിട്ടും. സോ നമ്മുടെ കയ്യിലൂടെ എന്തൊക്കെയുണ്ട്, വേരിയൻസും ഉണ്ട്, കോറിലേഷനും ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഉണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞ എന്താണ്, എക്സ് ഓൺ വൈൻ്റെയും വൈ ഓൺ എക്സിൻ്റെയും എന്ത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ കാണാം, സോ അതിനാണ് നമ്മൾ അടുത്തൊരു പ്രോപ്പർട്ടി നമ്മളിവിടെ പറയുന്നുണ്ട്. നോക്കാം നമുക്ക്. നമ്മുടെ പ്രോപ്പർട്ടി എന്തായിരുന്നു, ഇവിടെ കണ്ടോ, എന്താണ്, BYX കണ്ടുപിടിക്കാൻ നമുക്ക് എന്തറിഞ്ഞാൽ മതി, 6 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്. ആൻഡ് BXY കാണാനോ 6 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ അല്ലേ? ഇതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നോക്കൂ നിങ്ങൾ, നമ്മൾ അതാണ് അവിടെ ചെയ്യാൻ പോകുന്നത്. നോക്കിയാൽ ഇവിടെ നോക്കിയാൽ കാണാം എന്താണ്, BXY എന്താണ്, BXY നമുക്ക് ആദ്യം കാണാം. നമുക്കറിയാം എന്താ, എക്സ് വൈ. അപ്പോൾ എക്സ് മുകളിൽ വൈ അടിയിൽ അല്ലേ? അപ്പോൾ 6 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ അല്ലേ? അപ്പോൾ ഈസ് ഈക്വൽ ടു എന്ത് വരും, 0.7 ഇൻറ്റു 12/6 ഈസ് ഈക്വൽ ടു 0.7 ഇൻറ്റു 2 വിച്ച് മീൻസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 1.4 കിട്ടും. എന്ത്, എക്സ് ഓൺ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഓൺ വൈ നമുക്ക് എന്ത് കിട്ടും, 1.4 കിട്ടും. ഓക്കെ, വൈ ഓൺ എക്സ് കാണുമ്പോഴോ ഇനി നേരെ തിരിയും. എന്താണ്, 12/6 പകരം എന്താവും മക്കളെ, 6/12 ആവും അല്ലേ? അപ്പോൾ 0.7 ഇൻറ്റു 0.5 ആണ് വരിക അല്ലേ? അപ്പോൾ എന്താ വരിക, 0.35 വരും അല്ലേ? അപ്പോൾ ആൻസർ എന്താ വരിക, 0.35 ആയിരിക്കും എന്ത് വരിക, വൈ ഓൺ എക്സ് കാണാം. ഇവിടെ മോളെ BXY കണ്ടു. ഇവിടെ നമ്മൾ എന്ത് കാണുകയാണെങ്കിൽ BYX കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്തായിരിക്കും, 0.35 ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കിട്ടുന്നുണ്ടായിരിക്കുക. നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കാവുന്നതാണ് ബൈ യുവർ സെൽഫ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, കോറിലേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നു കഴിഞ്ഞാലും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസും എക്സിൻ്റെ വൈൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, BXYയും BYXും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് അത് മനസ്സിലായിട്ടില്ലേ?
ഫൈൻ. ദെൻ അടുത്ത ഭാഗം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. എന്താണ്? ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നോക്കിയേ. ദ ഫോളോയിങ് ഡാറ്റ റിലേറ്റ് ടു ദ ഏരിയ ഓഫ് കൾട്ടിവേഷൻ ഇൻ ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് എക്സ് ആൻഡ് അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് ഇൻ 10Y. ഓക്കെ, നമുക്ക് എക്സിൻ്റെ വാല്യൂ അതുപോലെ തന്നെ വൈൻ്റെ വാല്യൂസും തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? എക്സിൽ നമുക്ക് തന്നിട്ടുണ്ട് അരിത്തമെറ്റിക് മീൻ എത്രയാണ്? എക്സ് 50 ആണ്, വൈ എത്രയാണ്? 30 ആണ്. അപ്പോൾ എന്താണ് അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? എക്സ് ബാർ ആണ് അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു പ്രോബ്ലത്തിൽ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? എക്സ് ബാർ ആണ് എന്നുള്ള, എക്സ് ബാറും വൈ ബാറും ആണ്. അപ്പോൾ നമ്മുടെ എക്സ് ബാർ എത്രയാണ്? 50 ആണ്, വൈ ബാർ 30 ആണ്. അതേപോലെ എന്ത് തന്നിട്ടുണ്ട്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്ര തന്നിട്ടുണ്ട്? 5 തന്നിട്ടുണ്ട് എക്സിൻ്റെത്. വൈൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 എന്നും തന്നിട്ടുണ്ട്. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എത്രയാണ്? 7.7 എന്നും തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ എന്താണ് നോക്കൂ നിങ്ങൾ. കാൽക്കുലേറ്റ് ദ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് ഓൺ ഏരിയ ഓഫ് കൾട്ടിവേഷൻ. യെസ്, ഇതേപോലത്തെ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. നോക്കി, ഇവിടെ എക്സും വൈയും അല്ല, ഇവിടെ നേരെ സാധനത്തിൻ്റെ പേരാ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, കാൽക്കുലേറ്റ് ദ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് ഓൺ ഏരിയ ഓഫ് കൾട്ടിവേഷൻ. ഏരിയ ഓഫ് കൾട്ടിവേഷൻ്റെ മുകളിൽ എന്ത് കാണണം? അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് കാണണം. അപ്പം ഏരിയ ഓഫ് കൾട്ടിവേഷൻ ആണ് എന്ത്? നമ്മുടെ ഏരിയ ഓഫ് കൾട്ടിവേഷൻ എന്താണ്? നമ്മുടെ എക്സ് ആണ് അല്ലേ? ഏരിയ ഓഫ് കൾട്ടിവേഷൻ നമുക്ക് ഇവിടെ എന്താണ്? എക്സ് ആണ്. നോക്കൂ നിങ്ങൾ, ഏരിയ ഓഫ് കൾട്ടിവേഷൻ നമ്മളിവിടെ എന്തായിട്ട് എടുത്തിട്ടുള്ളത്? എക്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ദെൻ അഗ്രികൾച്ചറൽ ഔട്ട്പുട്ടോ നമ്മൾ വൈ ആണ് എടുത്തിട്ടുള്ളത് അല്ലേ? അവിടെ എന്തായിരിക്കും? എക്സ് ഓൺ വൈ അല്ലേ നമ്മൾ എക്സ് ഓൺ വൈ അല്ലേ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പം മനസ്സിലാക്കുക എങ്ങനെ. ഇവിടെ ഏരിയ ഓഫ് കൾട്ടിവേഷൻ ആണ് നമുക്ക് തന്നിട്ട്, ഏരിയ ഓഫ് കൾട്ടിവേഷൻ്റെ മുകളിൽ അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട്. അപ്പോൾ ഏരിയ ഓഫ് കൾട്ടിവേഷൻ നമുക്ക് ഇവിടെ അറിയുന്നതാണ് എക്സ് ആണ്, മറ്റേ വൈ ആണ്. അപ്പോൾ എന്തായിരിക്കും? എക്സ് ഓൺ വൈ അല്ലേ? നേരെ തിരിച്ച് എന്താണ്? അഗ്രികൾച്ചർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഏരിയ ഓഫ് കൾട്ടിവേഷൻ ആണ്. അപ്പോൾ എന്തായാലും വൈ ഓൺ എക്സ് കണ്ടുപിടിക്കണം അല്ലേ? എക്സിൻ്റെ വാല്യൂ വെച്ചിട്ട് വൈൻ്റെ വാല്യൂ കാണാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഇക്വേഷനാണ് ഉണ്ടാക്കേണ്ടത്. ദെൻ അടുത്തതോ, എസ്റ്റിമേറ്റ് അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് വെൻ ദർ ആർ 80 hectares ഓഫ് ലാൻഡ് അവൈലബിൾ. എന്താണ്? ഔട്ട്പുട്ട് കാണാം, വൈ കാണണം. എങ്ങനെയാണെങ്കിൽ എക്സ് 80 ആണെങ്കിൽ അല്ലേ, ലാൻഡ് 80 ഉണ്ടെങ്കിൽ എന്ത് ഔട്ട്പുട്ട് എത്ര ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഔട്ട്പുട്ട് എത്രയാണ്? എന്താണ്? വൈ ആണ്. അപ്പോൾ വൈ കാണുന്നത് എങ്ങനെയാണ്? വൈ ഓൺ എക്സ് ആണ്. വൈ കാണണമെങ്കിൽ എന്തിൻ്റെ മുകളിൽ നോക്കണം? വൈ ഓൺ എക്സ്. നമ്മളിവിടെ കാണേണ്ട ഇക്വേഷൻ ഏതാണ്? വൈ ഓൺ എക്സിൻ്റെ ഇക്വേഷനാണ്. സോ നമുക്ക് ആ ഇക്വേഷനിലേക്ക് പോവാം. നോക്കൂ നിങ്ങളിവിടെ നമ്മളിവിടെ കാണേണ്ട എന്താണ്? റിഗ്രഷൻ ഇക്വേഷൻ വൈ ഓൺ എക്സ് ആണ് അല്ലേ? നമ്മൾ കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ നമ്മൾ കൊടുക്കുന്നത് എന്താണ്? വൈ മൈനസ് വൈ ബാർ ഇസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ഇതല്ലേ നമ്മുടെ വൈ ഓൺ എക്സിൻ്റെ ഇക്വേഷനും. വൈ ഇവിടെ എന്താണ്? നമ്മുടെ ഔട്ട്പുട്ടാണ്. എക്സ് ഇവിടെ നമ്മുടെ ലാൻഡാണ്, കൾട്ടിവേഷൻ ഓഫ് ലാൻഡാണ്. സോ അപ്പോൾ വൈ മൈനസ് വൈ ബാർ ഇസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ അല്ലേ? സോ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്? വൈ മൈനസ് വൈ ബാർ ഇസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ അല്ലേ? ഇതാണ് എന്ത്? നമ്മുടെ ഇക്വേഷന് അല്ലേ? ഓക്കെ, അപ്പോൾ എങ്ങനെ നമ്മളത് കണ്ടുപിടിക്കുക? ബി വൈ എക്സ് എങ്ങനെ കാണുക? ബി വൈ എക്സ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെയാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഓക്കെ നമുക്ക് കാണാൻ നമുക്കിവിടെ എന്തൊക്കെ അവൈലബിൾ ആണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അതുപോലെ തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനും നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബി എക്സ് വൈയും ബി വൈ എക്സും കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഒരു 3 സാധനം യൂസ് ചെയ്താൽ കഴിയും അല്ലേ? സോ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ നമ്മളെന്താണ്? എക്സ് ഓൺ വൈ ആണ് അല്ലേ? ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കുന്നത് വൈ ഓൺ എക്സ് ആണ്. അപ്പോൾ വൈ ഓൺ എക്സിൻ്റെ ഇക്വേഷൻ ആലോചിച്ചാൽ മതി. എന്താണ്? ബി വൈ എക്സ് ഇസ് ഈക്വൽ ടു കോറിലേഷൻ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് അല്ലേ? ഇവിടെ നമ്മളിവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ആർ എത്രയാണ്? 0.7 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് 5 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ 2 ആണ്. വൈ ബാർ 30 ആണ്. എക്സ് ബാർ 50 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബി വൈ എക്സ് എന്താണ്? 0.7 ഇൻറ്റു 2 അല്ലേ? വൈ 2 ആണ്. അപ്പോൾ 2/x 5 ആണ്. 2/5. സോ ദർ ഈസ് ഈക്വൽ ടു 0.28 എന്ന് കിട്ടുന്നത് നമ്മുടെ ബി വൈ എക്സ് അല്ലേ? ഇനി നമ്മുടെ ഇക്വേഷന് കൊടുത്താൽ മതി. എന്താണ് നമ്മുടെ ഇക്വേഷൻ? എന്താണ്? വൈ മൈനസ് വൈ ബാർ അല്ലേ? വൈ ബാർ നമുക്കിവിടെ അറിയാം എത്രയാണ്? 30 ആണ്. അരിത്തമെറ്റിക് മീൻ 30 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ വൈ മൈനസ് 30 ഈസ് ഈക്വൽ ടു എന്താണ്? ബി വൈ എക്സ് ഡേ നമുക്കിവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 0.28. സോ 0.28 ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ആണ് അല്ലേ? എക്സ് നമുക്കറിയില്ല. എക്സ് ബാർ നമുക്കറിയാം എത്രയാണ്?
50 ആണ്. സോ എക്സ് മൈനസ് 50. സോ ദിസ് ഈസ് ദ റിഗ്രഷൻ ഇക്വേഷൻ ഓൺ വൈ ഓൺ എക്സ് അല്ലേ. വൈ ഓൺ എക്സിൻ്റെ ഇക്വേഷൻ എന്താണ്? ഈ കാണുന്നതാണ് നമ്മുടെ എക്സാമ്പിൾ. വൈ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതുമ്പം +30 എന്നുള്ള രീതിയിലേക്ക് അവിടെ വരും അല്ലേ. അപ്പം ഇവിടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കേണ്ടത്. എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? എസ്റ്റിമേറ്റ് അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് വെൻ ദർ ആർ 80 hectares ഓഫ് ലാൻഡ്. എക്സ് 80 ഉണ്ടാവുന്ന എന്താണ് വൈ എത്ര ഉണ്ടാവും? എക്സ് 80 ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ വൈ എത്ര എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അടുത്തതായിട്ട് നോക്കുന്നത്. നോക്കൂ അതെങ്ങനെ അവിടെ ചെയ്യുന്നത് നോക്കിയാൽ അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് വെൻ ഏരിയ ഈസ് ഈക്വൽ ടു 80. ഏരിയ എത്ര ആകുമ്പോഴാണ്? 80 ആകുമ്പം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. വൈ മൈനസ് 30 ഈസ് ഈക്വൽ ടു 0.28 ഇൻറ്റു 80. എക്സ് ഇവിടെ എത്രയായി? ഈ എക്സ് മാറിയിട്ട് ഇവിടെ എന്ത് വന്നു? 80 വന്നു അല്ലേ. 80 മൈനസ് 50 ദെൻ y minus 30 is equal to 0.28 into 30 ആണ്. സോ ദിസ് ഈക്വൽ ടു y is equal to എന്താണ്? 8.4 plus 30 minus 34 വരുമ്പം +30 ആവും. സോ ദർ ഇസ് ഈക്വൽ ടു y is equal to 38.4. സോ 80 hectares ഓഫ് ലാൻഡ് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ഔട്ട്പുട്ട് എത്രയായിരിക്കും? 38.4 ആയിരിക്കും. നമ്മുടെ ഔട്ട്പുട്ട് എത്രയായിരിക്കും? 38.4. അപ്പോൾ കണ്ട മനസ്സിലായല്ലോ. വൈ ഓൺ എക്സ് ഉണ്ടാക്കാനും എക്സ് ഓൺ വൈ ഉണ്ടാക്കാനും നമുക്ക് എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പം ബി വൈ എക്സ് കാണുന്നത് എങ്ങനെയാണെന്നുള്ള ഈ സാധനം നന്നായിട്ട് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വൈ ഓൺ എക്സും എക്സ് ഓൺ വൈ എടുക്കുന്നത് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റും. ഓക്കെ, ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞപ്പം മിസ്സിങ് വന്നിട്ടുണ്ടല്ലേ. പക്ഷേ ശ്രദ്ധിക്കുക, എന്താണ് നമുക്ക് എക്സ് അവൈലബിൾ ആണെങ്കിൽ എക്സ് രണ്ടാമതേ പറയാവൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് എന്ത് ഫസ്റ്റ് പറയേണ്ടത്. അപ്പോൾ വൈ ഓൺ എക്സ്. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് പഠിക്കേണ്ടത് കേട്ടോ. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ വീഡിയോ ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? വൈൻഡപ്പ് ചെയ്യണം. നമ്മൾ ഓൾമോസ്റ്റ് 3-4ഓളം ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുകളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു വീഡിയോയിൽ വരാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇതുപോലെയുള്ള വീഡിയോസുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം മറക്കാതെ വീഡിയോ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്തുകൊള്ളാം. അപ്പോൾ ഞാൻ അതാത് സമയത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ സ്റ്റാറ്റിക്സിൻ്റെ ഫുൾ നോട്ട്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. യൂട്യൂബ് നമ്മുടെ വാട്സപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന പക്ഷേ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും? PDF നോട്ട്സുകൾ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. സോ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റരുതെന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ വാങ്ങുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.